ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഷർട്ട് ഇട്ടുകൊണ്ട് പോകും. പിറ്റേ ദിവസം അവിടെ പോകണമെങ്കിൽ അവന്റെ ഷർട്ട് ഞാനോടും എന്റെ ഷർട്ട് അവനോടും. അപ്പൊ ഫുൾ ദാരിദ്ര്യമല്ലേ? സെറ്റപ്പ് എങ്ങനെയായിരുന്നു നോബി? നല്ലായിരുന്നു സാറേ. അത് കഴിഞ്ഞ കാര്യം പിന്നെ അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ഞാനും. നമുക്ക് മിമിക്രി കയറണം, ട്രൂപ്പിൽ കയറണം, ഇതാണ് ലക്ഷ്യം. നമുക്ക് സിനിമ മമ്മൂട്ടി മോഹൻലാൽ ആവണോ അങ്ങനെയുള്ള ആഗ്രഹം എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറുക. പിന്നെ സ്റ്റേജിൽ നിന്ന് ഒരൊറ്റ പോക്ക്. അല്ല, സ്റ്റേജിൽ നിന്ന് പിന്നെ സാലറി കൂടണമെങ്കിൽ ചാനലിൽ വല്ല പരിപാടി വേണം. എങ്കിൽ അതായത് ഇപ്പൊ 200 പ്രോഗ്രാം കിട്ടുമ്പോൾ കാശ് കിട്ടും. അത് കിട്ടുമ്പോൾ 1000-600 ശമ്പളം കിട്ടും. പിന്നെ അതിന് കുറെ അലച്ചിലുണ്ടായിരുന്നു. കുറെ ചാനൽ ഏതെങ്കിലും പ്രൊഡ്യൂസർമാരെ കാര്യം വാരി തറയടിച്ചോ? ഈ ചാനലിലൊക്കെ ഏഷ്യാനെറ്റ് വഴിയൊക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ നാട്ടുകാരായ പ്രൊഡ്യൂസർമാർക്ക് വല്ലതും ഇല്ല, നമ്മൾ ആരും കൈവിട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. നമ്മള് പോയ വാതിലുകളൊന്നും അടഞ്ഞിട്ടില്ല. അത് തന്നെ നമ്മള് ഇറങ്ങുമ്പോ അടച്ചിട്ടല്ലേ പോവും. ഓക്കെ, അഖിലെ ഈ നോബിയെ കുറിച്ച് ഓർക്കുമ്പോഴേ ഈ നോബിയുടെ കൂടെ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് പരിപാടി. ഏറ്റവും വലിയ മണ്ടത്തരം എവിടെ പറ്റിയത്? മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വേറൊരു സൂപ്പർ കോമഡി ഉണ്ട് അവന്റെ. അതായത് ഇവനാണ് പ്രോഗ്രാം പിടിക്കണം. കാരണം എക്സ്പെർട്ട് ആണ്. സ്ട്രാറ്റജി നോബി ഇല്ല, എല്ലാരും വിളിച്ച് ചോദിക്കും. അന്നത്തെ നോബി ഒരു ഓണത്തിന് പ്രോഗ്രാം പിടിച്ച് കോന്നിയില് ഓണം ഫെസ്റ്റ് ആണ്. അളിയ ഗവൺമെന്റിന്റെ പരിപാടിയാണ്, അത്യാവശ്യം പേയ്മെന്റ് പോവാന്നും പറഞ്ഞ് ഒരു ബൈക്കിൽ ഞാൻ ഇവിടുന്ന് കോന്നിയിൽ പരിപാടിക്ക് പോവുകയാണ്. അപ്പൊ അന്ന് സാറേ ഈ സാധാ ഫോണാണ്, ആൻഡ്രോയിഡ് ഫോണൊന്നുമില്ല. അപ്പൊ അതിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് സ്ഥലം കോന്നി ആണ് പരിപാടി നടക്കുന്നത്. കോന്നിയില് പോത്തുവേടി സ്ഥലത്തിന്റെ പേര്, സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഞാൻ ഇവിടെ ചെന്ന് ഒരു 4 മണിയായപ്പോ ചെന്ന് പോത്തുവേടി ഈ കോന്നി ജംഗ്ഷനിൽ ഇറങ്ങി പോത്തുവേടി തിരക്കി കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞൂടാ ഈ പോത്തുവേടി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ചായക്കട ചോദിച്ചു, ആട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു പോത്തുവേടി ഇവിടെ എന്ന് അറിഞ്ഞൂടാ. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചാ കോന്നി തന്നെ പറ്റിച്ചായിരിക്കും. അല്ല, ഇത് ഓണം ആഘോഷം പരിപാടി നടക്കുന്നുണ്ടോ? അഡ്വാൻസ് തന്നിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അവസാനം ഫോൺ മേടിച്ച് നോക്കിയപ്പോഴത്തേക്ക് സംഭവം എന്താണെന്നറിയാമോ? കോന്നി പൊതുവേദി എന്നാണ് അടിച്ചേക്കണം. വായിച്ചത് പോത്ത് ചേർത്ത് പൊതുവേദി അങ്ങനെ പോത്ത് നോബിയാണത് വായിച്ചെടുത്തല്ലേ? അങ്ങനെ പൊതുവഴി അങ്ങനെ പറഞ്ഞില്ലേ സാറേ? സാർ പറഞ്ഞില്ല ഇവന്റെ വഴികാട്ടിയായിരുന്നു. അല്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നോബി പറയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അഖില് അതായത് സാറ് പിന്നെ പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ നോബി, ഞാനൊരു കാര്യം പറയാം. ഗുരുവായൂർ അമ്പലനടയിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ആൾക്കാരൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. അതിനുശേഷം നോബിക്ക് ഞാനാ ചില ഡയറക്ഷൻ സിനിമയപ്പാൻ കൊടുത്തെന്നായി തിരിച്ചായി. ഇപ്പൊ തിരിച്ചു പറഞ്ഞു തുടങ്ങി. ഇവന് പിന്നെ ഇവിടെ നിന്ന് ലാലേട്ടന്റെ ഫിഗർ ചെയ്യും സ്റ്റാർ മാജിക്കിൽ മീശയൊക്കെ ചുരുട്ടി ഭയങ്കര ഡയലോഗാണ്. ആദ്യമേ പറയും മോഹൻലാലാണെന്ന്. അന്ന് 5 ഡയലോഗ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വരുന്നു, പുതിയത് കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഇന്നൊക്കെ ഭയങ്കര മാസ് ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് എന്റെ വണ്ടിയിലാണ് വരുന്നത്. മീശ ചുരുട്ടിയാണ് ഇരിപ്പ്. കല്ലമ്പലത്തെത്തുമ്പം എന്റെ വണ്ടി ഓട്ടിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് കവലൂർ വഴി അങ്ങ് പോയാലോ? അപ്പൊ രാത്രി എത്ര മണിയാവും സാറേ? 2 മണി 3 മണി ടൈമൊക്കെയാണ്. ഇവിടെ ചെല്ലുമ്പം 40 വയസ്സ് കഴിഞ്ഞവന് വീടിന്റെ അടുത്ത് വണ്ടി പോകൂല, വണ്ടി റോഡിലെത്തും. അവിടെ നിന്ന് ഇച്ചിരി നടക്കണം എന്റെ വീട്ടിലോട്ട്. ഇവൻ പകുതി എത്തുമ്പോ ഞാൻ കേൾക്കാതെ വിളിക്കും ഇവന്റെ അമ്മേ. ആ രാത്രി ആ അമ്മച്ചി ടോർച്ചും കൊണ്ട് വന്നിരിക്കും ഇവനെ കൊണ്ടുപോകാൻ. പേടിയാ. എന്നിട്ട് ആ അമ്മച്ചി ഇവന്റെ ബാക്കിൽ നിന്ന് ടോർച്ച് അടിച്ചു കൊടുക്കണം ഇവന് പോവാൻ. അല്ലെങ്കിൽ അമ്മ ഫ്രണ്ട് ഇടമ്മ ഞാൻ ബാക്കിൽ നിന്ന് വരാം. അതില്ല, ഇല്ലല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇവൻ ലാസ്റ്റ് ഇവന്റെ അമ്മയുടെ പറഞ്ഞു, അമ്മ വരുമ്പം മതിലിന്റെ അപ്പുറത്തെ നിൽക്കാം, ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അതെന്തായാലും കൊള്ളാം അല്ലേ? അതെ, ഇവന്റെ ഈ പൊതുവഴി വേറെ സംഭവം ഉണ്ട്. നെയ്യാറ്റിക്കര ഒരു പരിപാടി, ഈ അളിയുടെ സെക്രട്ടറി ട്രൂപ്പിന്റെ ഇതേപോലെ എഗ്രിമെന്റും കൊണ്ട് ഫ്രണ്ട് ഇരിക്കുകയാണ്. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ മഞ്ചവിളാകം ആർച്ചുകോണം, അതാണ് എഗ്രിമെന്റിൽ പരിപാടി സ്പോട്ട്. ആർച്ചുകോണം ഫ്രണ്ട് ഇരുന്ന് അപ്പോട്ട് പോട്ട് പെരുമ്പഴുതൂരെ മഞ്ചവിളാക. ഇവിടെ ചെന്ന് ഇതേപോലെ ഈ പൊതുവഴി പോലെ ആർച്ചുകോണം തിരകയാണ്. ലാസ്റ്റ് സംഭവം എന്താണെന്ന് അറിയാമോ? വായിച്ചു നോക്കിയപ്പോ അത് മലയാളത്തിലാണ് എഴുതിയേക്കണം. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ മഞ്ചവിളാകം കഴിഞ്ഞ് ആർച്ച് കാണാം അമ്പലത്തിന്റെ. ഈ അളി ആർച്ചുകോണം തിരക്കി കിടക്കുകയാണ്. തമിഴ്നാട് ബോർഡർ അല്ലേ? അവിടെ ചെന്ന് വണ്ടി നിർത്തിയപ്പോ ഈ ഘോഷയാത്ര പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വേണ്ടി സ്റ്റേജിന്റെ അടുത്ത് പോകണമല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു ചേട്ടനോട്, ചേട്ടാ സ്റ്റേജ് എവിടെ? അപ്പൊ പുള്ളിക്ക് നിങ്ങൾ കൊണ്ടുവന്നില്ലേ എന്ന്. പിന്നെ ചോറ് കൊണ്ടുവരും പോലെ ഒരു സാധനം കൊണ്ടുവന്നില്ലേ? ഓക്കെ.